ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് നല്ല വെറൈറ്റി നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന പ്ലാന്റ്സല്ല, വെറൈറ്റി ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റേറ്റ് കുറവിന് തന്നെയാണ് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഒരു കാക്ടസ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു കാക്ടസ് വെറൈറ്റിയാണ് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. ഇത് അത്ര വലുതാവുമൊന്നുമില്ല, ഈ ഒരു സൈസിൽ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ നന്നായിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടേബിൾ മേലും, അത് അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ TV സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഫെയറി കാക്ടസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 ആണ്, 250 രൂപ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മുടെ അടുത്ത് വളരെ സ്റ്റോക്ക് കുറവാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്ന ഒരു വെറൈറ്റിയാണ്. അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. അപ്പോൾ ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡ് നെസ്റ്റ് ഫേൺ തന്നെയാണ്. ചിലതിനൊക്കെ ഇതുപോലെ ഷൂട്ട്സ് വരുന്നുണ്ട്, എല്ലാത്തിനും ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ കൊടുത്തു പോകും. അപ്പോൾ എല്ലാം ഈ ഒരു വലിപ്പം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാം, നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ്. ലീഫും നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം. കണ്ടോ, ഇത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആട്ടോ. കണ്ടോ ഇതിൻ്റെ ഭംഗി കണ്ടോ. ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ 400 ഒക്കെ റേറ്റ് കൊടുക്കണം. നമ്മളിത് ഒരു നഴ്സറി ചോദിച്ചപ്പോൾ 400 ആണ് ആ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സൈസ് ഇത് ഒരു നല്ലൊരു വലിപ്പം വെച്ചൊരു പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റ്സിന് അധികം വെയിൽ വേണ്ട, ഒരു തണലത്ത് നിൽക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത്തിരി വെയിലുള്ള സ്ഥലത്തായതുകൊണ്ടാണ് ഇച്ചിരി കരിച്ചിലൊക്കെ വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല വലിപ്പം വെക്കുന്നൊരു വെറൈറ്റിയാണ്. നമ്മൾ പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് പോട്ട് മാറ്റി കൊടുത്താൽ ഇതുപോലെ തന്നെ നല്ല സൈസായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം. നമ്മൾ ആദ്യം പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചായിരുന്നു. ആ ഒരു സൈസാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. 150 ആണ് റേറ്റ് വരുന്നത്. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സ് നമ്മൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അഡ്രസ്സ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും കൊറിയർ ഇന്ന് അയക്കുവാണെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അഥവാ നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. ലേറ്റ് ആകുന്നതോറും നമ്മുടെ പ്ലാൻസൊക്കെ ആയതുകൊണ്ട് ചില കസ്റ്റമറിന് എന്ന് കിട്ടും എന്നറിയാത്തതുകൊണ്ട് കസ്റ്റമർ നമ്മളോട് പറയാറില്ല. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുവാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടിയില്ല എന്നെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നല്ല യെല്ലോ ഷെയ്ഡ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക്. ഇതുപോലെ ലീഫ് ഇങ്ങനെ ഈ ഒരു വലിപ്പം വെക്കും. പിന്നെ ലീഫ് നല്ല യെല്ലോ ഷെയ്ഡും നല്ല ഗ്ലേസിങ് ഉള്ള ലീഫാണ്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു വലിപ്പം വരുന്നൊരു പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. ഇത് നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ ഒരു വെറൈറ്റി ഉണ്ടോ എന്ന്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെ. ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് തന്നെയാണ്. 225 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വേരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ വേരിഗേഷൻ വരുന്നൊരു വെറൈറ്റിയാണ്. എല്ലാം ഇതുപോലെയില്ല, ചില പ്ലാന്റ്സിന് വേരിഗേഷൻ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഓർഡർ ചെയ്യണവർക്ക് ഇതുപോലത്തെ വേരിഗേഷൻ വന്ന പ്ലാന്റ്സ് കൊടുത്തു പോകും. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നിർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ വേരിഗേഷൻ വരുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസൊക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ റേറ്റ് കുറച്ച് തന്നെയാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റിന് 150 മാത്രമാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ ഒരു പ്ലാന്റും കൂടി ഫ്രീ തരാമെന്ന് പറഞ്ഞ പ്ലാന്റ്.
അപ്പോൾ ഇത് നല്ല പ്ലാന്റ് മെച്യൂർഡ് ആവുന്നതോറും ഈ ലീഫിന് നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് 2 പ്ലാന്റ് ഉണ്ട് ഈ ഒരു പോട്ടിൽ. അപ്പോൾ ഈ ഒരു 2 പ്ലാന്റോടുകൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. അതും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ 2 പ്ലാന്റ്സ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷേ കസ്റ്റമറിന് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും രണ്ട് സൈഡിലും നടാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നല്ല മെച്യൂർഡ് ആവുന്നതോറും നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറും. നല്ല വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. 130 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, 130 രൂപ. നെക്സ്റ്റ് വരുന്നത് ഒരു ഫൈക്കസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയും അത്യാവശ്യം വലിയ പ്ലാന്റിന് നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ്. ഒരു ബോൺസായി പോലത്തെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നല്ല ലീഫ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ്. റൗണ്ട് ലീഫ് വന്നിട്ട് ഇതുപോലെയാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ചെറിയൊരു മരം, അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഇത് നമുക്ക് തോന്നുന്നത്. അതായത് വലിയ മരം അല്ല, ഒരു ചെറിയൊരു മരം പോലെയാണ് ഈ ഒരു പ്ലാന്റ് വളരുന്നത്. നല്ല റൗണ്ടിൽ നല്ല രസമായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റിന് 150 ആണ് റേറ്റ് വരുന്നത്, 150 രൂപ. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ ചെറിയ സൈസ് പ്ലാന്റ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് കസ്റ്റമറിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. 150 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഹോയ പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഹോയ പ്ലാന്റ് ആണ്. ഹോയ പ്ലാന്റ്സിൻ്റെ റേറ്റൊക്കെ നമുക്ക് എപ്പോഴും അറിയാം. നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റീസാണ്. 600, 450 ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഇത് കൊടുക്കുക. നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് 2 പ്ലാന്റിന്. അതായത് ഒരു പ്ലാന്റിനായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു സൈസ് 2 പ്ലാന്റാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നല്ലൊരു ഫ്ലവർ ഉണ്ടാവും. ആ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ആ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് കാണിച്ചു തരാം ഞാൻ. ഇതുപോലെയുള്ള നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പലതും പല സൈസ് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല ഭംഗിയുള്ള ലീഫാണ്. നല്ല രസമാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഈ ഒരു സൈസ് ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റിന്. നെക്സ്റ്റ് വരുന്നത് ഹിന്ദു റോപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട ലീഫുകളായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും നല്ല ഭംഗിയുള്ള ഇതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും. ഫ്ലവറിൻ്റെ കളറിന് മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നമുക്ക് എങ്ങനെ വന്നാലും 300, 400 ഒക്കെ റേറ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മളപ്പോൾ ചെറിയ പ്ലാന്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ റേറ്റിന് പ്ലാന്റ് കിട്ടുകയും ചെയ്യും. ആ ഒരു ഇതിൽ വേണ്ടിയാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു 2 പ്ലാന്റാണ് നമ്മുടെ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണണ്ടേ നിങ്ങൾക്ക്? നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഇതുപോലെ നല്ല രസമായിട്ട് നിൽക്കുന്ന കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ഹിന്ദു റോപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇങ്ങനെ ഹാങ് ചെയ്തിറങ്ങിയിട്ടാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇടാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ലീഫും നല്ല ഭംഗിയാണ്. 375 ആണ് ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത്. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. നെക്സ്റ്റ് വരുന്ന ഒരു ആന്തൂറിയം വെറൈറ്റിയാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ആന്തൂറിയം പ്ലാന്റാണ്. ഇത് നേരത്തെ എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് ഇതുപോലെ ഇങ്ങനെ വലിപ്പം വെച്ച് വരും. നമ്മൾ ഹാങ് ചെയ്തിട്ടാലും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ വലിപ്പം വെക്കും. നമുക്കിങ്ങനെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഇത് ഒരു ആന്തൂറിയം വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റാണ്. ബിഗ് ബിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു റെഫറൻസ് പിക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ. ഇത് ആന്തൂറിയം വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഈ ഒരു ലീഫും എല്ലാം ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വെറും 200 റുപ്പീസാണ്, 200 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രത്യേകത നമുക്കറിയാം, നല്ല പിങ്ക് ഷെയ്ഡ് മാത്രം ഇങ്ങനെ കയറി വരും, വേരിഗേഷൻ പോലെ ഇങ്ങനെ കയറി വരും.
അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഇത് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല കേട്ടോ, വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. നല്ല സ്റ്റെമ്മൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 200 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പ്ലാന്റ്സൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ടിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്